Kishore and Kirti, good luck, all the best. And for the motion, your 1 minute starts now. ആശയങ്ങൾ തമ്മിൽ പോരാടേണ്ട ഇന്നത്തെ സമൂഹത്തിൽ ഹർത്താലുകൾ മൂലം അഴിച്ചുവിടപ്പെടുന്ന അക്രമ സംഭവങ്ങളെയോ പൊതുമുതലിനുണ്ടാകുന്ന നാശനഷ്ടത്തെയോ അതുപോലെ തന്നെ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരാത്തൊരു സമര മാർഗത്തെയോ ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കുകയില്ല. 90% ജനങ്ങളും യുവാക്കളും ഹർത്താൽ വേണ്ട എന്ന് പറയുമ്പോൾ ഏതോ ചെറിയ വിഭാഗത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളുടെ സഫലീകരണത്തിന് വേണ്ടി ഹർത്താലുകൾ നടത്തപ്പെടുമ്പോൾ മറ്റുള്ളവർക്ക് മുമ്പിൽ നമ്മുടെ സമൂഹം കോമാളികളാവുക മാത്രമാണ് ചെയ്യുന്നത്. നിയമപരമായി ബന്ദുകളും പണിമുടക്കുകളും ഹർത്താലുകളും നിരോധിക്കപ്പെട്ട ഈ ഒരു സമൂഹത്തിൽ വീണ്ടും ഹർത്താൽ മൂലമുള്ള അക്രമങ്ങൾ തുടരുന്നത് ക്രമസമാധാന പരിപാലനത്തിന് വലിയൊരു ഭീഷണിയാണ് ഉയർത്തുന്നത്. അതുപോലെ തന്നെ ഏതൊരു വിഭാഗത്തിനെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം നൽകുന്നതിനോടൊപ്പം തന്നെ മറ്റൊരു വലിയ ജനവിഭാഗത്തിന് ഏറ്റവും നല്ല രീതിയിൽ അടിസ്ഥാന സൗകര്യങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവരുടെ ജീവിത ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനുള്ള അവകാശവും നൽകേണ്ടിയിരിക്കുന്നു. ഒരു വിഭാഗത്തിന്റെ അവകാശത്തിന് വേണ്ടി മറ്റൊരു വിഭാഗത്തിന്റെ അവകാശങ്ങളെ ഇല്ലാതാക്കാൻ സാധിക്കും. Against the motion, your 1 minute starts now. മഹാനായ ബ്രിവിത്തിന്റെ വാക്കുകൾ കടമെടുത്തു തുടങ്ങിയാൽ അതിപ്രകാരമാണ്. ഒരുവൻ എപ്പോഴാണോ സ്വന്തം കാലിൽ എഴുന്നേറ്റ് നിന്ന് ഞാൻ വ്യവസ്ഥിതിയോട് എതിർക്കുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ ധൈര്യം കാണിക്കുന്നത്, അവിടെയാണ് ജനാധിപത്യം പൂർണ്ണമാകുന്നതെന്ന്. ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ ജനാധിപത്യത്തെ പൂർണ്ണമാക്കുകയും ജനാധിപത്യത്തെ സുന്ദരമാക്കുകയും ചെയ്യുന്ന ഒന്നിന്റെ പേര് തന്നെയാണ് ഹർത്താൽ. അതുകൊണ്ടാണ് ഗാന്ധിജി 1919 ഹർത്താലിന് ആരംഭം കുറിച്ചത്. ഗാന്ധിജി പോലും പുലയ രാജാവ് എന്ന് വിളിച്ച അയ്യങ്കാളി താഴ്ജാതിക്കാരുടെ വിദ്യാഭ്യാസം ഞങ്ങൾക്ക് നേടണം, അല്ലെങ്കിൽ ഞങ്ങൾ പാടത്ത് പണിയെടുക്കില്ല എന്ന് പറയുന്ന പണി മുടക്കി തുടങ്ങിയ നവോത്ഥാനത്തിന്റെ ചരിത്രമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പുരോഗതി. അങ്ങ് US ഒന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ മദ്യത്തെ ചുംബിക്കുന്ന ചുണ്ടുകൾ കൊണ്ട് ഞങ്ങളെ ചുംബിക്കണ്ട എന്ന് പറഞ്ഞ് അടുക്കളയിൽ പോലും കയറാതെ അടുക്കളയിൽ പണിമുടക്ക് സൃഷ്ടിച്ച വീട്ടമ്മമാരുടെ ചരിത്രവും നമുക്ക് പറയാറുണ്ട്. ആ ചരിത്രം കാണിച്ചു തരുന്നതാണ് യഥാർത്ഥത്തിൽ ഹർത്താലുകളുടെ ഒരു ചരിത്രം. ആ ചരിത്രത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നവോത്ഥാത്മകമായ പുരോഗമനാത്മകമായ ചരിത്രത്തെ പ്രണയിക്കുകയും ആ ചരിത്രത്തിൽ നിന്നും. Now you have 3 minutes for the debate and for the motion. It start from you and your 3 minutes starts now. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാന കാലഘട്ടത്തിൽ ആരംഭിച്ചതാണ് ഈ ഹർത്താൽ എന്ന ആശയം. ഇത്രയും വലിയൊരു ആശയത്തെ കേവലം പെറ്റി കേസുകൾക്കെതിരെ പോലും ഇന്നത്തെ സമൂഹത്തിൽ ഉപയോഗിക്കുമ്പോൾ ആ ആശയത്തിന്റെ മഹത്വമല്ലേ ഇല്ലാതായി പോകുന്നത്. ഇവിടെ എനിക്ക് ഓർമ്മ വരുന്ന ഒരു സാധാരണ ചൊല്ലാണ് എലിയെ കൊല്ലാൻ വേണ്ടി ഇല്ലം ചുടുക എന്നുള്ളത്. അതേ സമയത്ത് തന്നെ പറയാം, വിജയ് മല്യ നാട് കടത്തപ്പെട്ടതിലോ പെട്രോൾ വില കൂടിയല്ലോ നമ്മുടെ ചെറിയ ഗ്രാമങ്ങളിൽ നടത്തുന്ന ഹർത്താലുകൾക്ക് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ എത്താൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല സമൂഹത്തിലെ അന്തരീക്ഷം കലുഷിതമാവുക മാത്രമാണ് ചെയ്യുന്നത്. തിരിച്ചറിവുള്ളൊരു സമൂഹത്തിന്റെ യഥാർത്ഥമായ പ്രകടനത്തിന്റെ പേരാണ് ഹർത്താൽ. അവർ പ്രതിരോധിക്കുകയും പ്രതിരോധാത്മകമായി ചിന്തിക്കുകയും ചെയ്യുന്നു. ഒരു ഉദാഹരണം പറഞ്ഞേക്കാം. ചൈനയിൽ ഈ കഴിഞ്ഞ കാലങ്ങളെ ലൂഷ്യനിൽ അവസാനിച്ച് നിൽക്കുന്ന ചൈനയുടെ ലിറ്ററേച്ചറിന്റെ ചരിത്രം, സാഹിത്യത്തിന്റെ ചരിത്രം മാത്രമാണ്. അവിടെ ഇതുവരെ ഹർത്താലുകൾ ഉണ്ടാവുന്നില്ല. അവിടെ എല്ലാ തരത്തിലുള്ള പുരോഗതിയും ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഹർത്താലുകളില്ലാത്ത, പ്രതിരോധങ്ങളില്ലാത്ത, പ്രതികരണങ്ങളില്ലാത്തടത്ത് ലൂഷ്യനിൽ അവസാനം നിൽക്കുന്ന അവരുടെ സാഹിത്യ ചരിത്രം. കേരളത്തിൽ അങ്ങനെയാണോ? ഇവിടെ ചരിത്രങ്ങൾ ഉണ്ടാകുന്നു, സാഹിത്യ രൂപങ്ങൾ ഉണ്ടാകുന്നു. നമ്മുടെ സമൂഹത്തിന് ഹർത്താലുകൾ മൂലമുണ്ടാകുന്ന നഷ്ടങ്ങൾ വളരെ വലുതാണ്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെയോ ഒരു വിദ്യാർത്ഥിയുടെയോ ഒരു പ്രവർത്തന ദിവസം നഷ്ടപ്പെടുന്നത് നമ്മുടെ വികസനത്തിന് വലിയൊരു വിലങ്ങുതടിയായി മാറുകയാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല ഇന്നത്തെ കേരള സമൂഹത്തിൽ രക്ഷിതാക്കൾ നിരന്തരം ഉണ്ടാകുന്ന ഹർത്താലുകൾ കാരണം സ്വന്തം മക്കളെ അയൽ സംസ്ഥാനങ്ങളിലേക്ക് പഠിക്കാൻ വിടുന്നത് നാം കാണുന്നതാണ്. മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്നുമുള്ള പല വികസന പ്രവർത്തനങ്ങൾക്കും ഇന്ന് നമ്മുടെ കേരളത്തിൽ നിക്ഷേപകർ തയ്യാറാവാത്തതും തുടർച്ചയുള്ള ഹർത്താലുകളുടെ ഒരു അവസ്ഥ. വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുമ്പോൾ അതിനോടൊപ്പം കൂട്ടിച്ചേർക്കുന്നു, ഗാന്ധിജിയാണ് ഹർത്താൽ എന്ന ആശയം കൊണ്ടുവന്ന്. അതേ ഗാന്ധിജിയാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത്. അതേ ഗാന്ധിജി തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ കോളേജിൽ പോകാതെ പഠിപ്പ് മുടക്കി പ്രതിരോധിക്കണമെന്നുള്ള വലിയ മാർഗം അതോട് കൂട്ടിച്ചേർത്ത് പറയാം. ഒപ്പം ചേർത്ത് പറയാൻ സാധിക്കുന്ന ഏറ്റവും നല്ല കാര്യമാണ് എപ്പോഴും ബോധങ്ങൾ നൽകുന്നതാണ് ഹർത്താൽ. ഒന്ന്, പരിസ്ഥിതി മലിനപ്പെടുന്നു, ഒരു ദിവസമെങ്കിലും വണ്ടി ഓടിക്കാതിരിക്കുമ്പോൾ പരിസ്ഥിതി ശുദ്ധമായി നിലനിൽക്കുന്നു എന്ന ബോധം നൽകുന്നു. 2, അതോടൊപ്പം ചേർത്ത് പറയാൻ സാധിക്കുന്നു വിദ്യാർത്ഥികൾക്ക് ഒരു ദൈവം നൽകിയ ഓപ്പർച്യൂണിറ്റി ഒരു ദിവസം വീട്ടിലിരിക്കാൻ. കാരണം അത്രമാത്രം സമ്മർദ്ദങ്ങളാണ് വിദ്യാഭ്യാസ രംഗത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു ബോധം നൽകുന്നുണ്ട്. 3, മൂന്നാമത്തെ ഇടം ഒന്ന് മാത്രമാണ്. എൻ്റെ കുടുംബത്തോടൊപ്പം ഒരു ചെലവഴിക്കാൻ ഒരു ദിവസം കിട്ടുന്നു. അത് പല ദിവസങ്ങളും കിട്ടിയേക്കാം. പക്ഷേ കുടുംബത്തോടും ചെലവഴിച്ച് സ്നേഹത്തിന്റെ പുതിയ കൂട്ടായ്മ സൃഷ്ടിക്കുന്ന സാംസ്കാരികമായ പുരോഗതിക്കും വലിയൊരു വിലങ്ങുതടിയാണ് ഉണ്ടാകുന്നത്. ഈ അക്രമ സംഭവങ്ങൾ നമ്മുടെ യുവത്വത്തിന് എന്തും തച്ച് തകർക്കുക എന്നുള്ള ഒരു പ്രവണതയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ ഹർത്താലുകളെ ആഘോഷമാക്കി മാറ്റുന്നതിനുള്ള പ്രവണത
മദ്യവിപണന രംഗത്ത് ഹർത്താൽ ദിനങ്ങളിൽ ഉണ്ടാകുന്ന വൻ നേട്ടം എല്ലാം കർമ്മോത്സുകരല്ലാത്ത മടിയന്മാരായ ഒരു യുവജനത സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ള സംശയമാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്. എനിക്ക് തോന്നുന്നു- ഇതേ ഹർത്താലുകൾ തന്നെ നമ്മുടെ സമൂഹത്തിന് ഒരുപാട് മാലിന്യങ്ങളെയാണോ നൽകുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ ഹർത്താലുകളുടെ യഥാർത്ഥ ആശയം ഇവയുടെ രൂപം മാറാത്തിടത്തോളം കാലം ഒരിക്കലും പ്രാവർത്തികമാവുകയില്ല Yes, yes. So final point, yes. ഹർത്താലുകൾ എന്ന ചോദ്യത്തിന്, ഹർത്താലുകൾ എന്തെന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് പ്രതികരണങ്ങൾ. ഈ പ്രതികരണങ്ങൾ തന്നെയാണ് കാലങ്ങളോളം നമ്മുടെ പുരോഗതിയിലേക്കും വളർച്ചയിലേക്കും നയിച്ചിട്ടുള്ളത്. ഈ പ്രതികരണങ്ങൾ എന്ന് അവസാനിക്കുന്നു, അവിടെ അവസാനിക്കുന്നതാണ് കേരളത്തിന്റെയും ലോകത്തെവിടെയുമുള്ള ചരിത്രത്തിന്റെ അവസാനം എന്ന് പറയുന്നത്. Thank you so much. Now you have 30 seconds each to conclude your statement. For the motion, your time starts now. അഭിപ്രായ സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ ജനാധിപത്യ അവകാശങ്ങളും എന്നും നൽകേണ്ടത് തന്നെയാണ്. എന്നാൽ അതേസമയം കാലത്തിന് അനുയോജ്യമല്ലാത്ത രീതിയിലുള്ള സമര മാർഗങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുന്നതുമല്ല. ഇന്നത്തെ സമൂഹത്തിന് യോജിച്ച തരത്തിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളെ കൂടുതൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട്, യുവത്വത്തിനെ കൂടുതൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മളെ ഉത്ഗ്രഥിക്കപ്പെട്ടവരായി മാറ്റുന്നതിനുള്ള ഒരു പുതിയ സമര മാർഗം നാം ആവിഷ്കരിക്കേണ്ടിയിരിക്കുന്നു. അതൊരിക്കലും ഹർത്താലുകളല്ല. ആ ഹർത്താലുകളല്ലാത്ത അത്തരത്തിലുള്ള നല്ലൊരു സമരമാർഗത്തിലൂടെ മാത്രമേ Thank നമുക്ക് you. നല്ല രീതിയിൽ വളരാൻ Against സാധിക്കുകയുള്ളൂ. the motion, your 30 seconds starts now. കേവലം ഭൗതികമായ വികസനത്തിന് മാത്രമല്ല വികസനം എന്ന് പേരുള്ളത്. അത് എല്ലാ തരത്തിലും സാമൂഹികമായ എല്ലാ തരത്തിലുള്ള വികസനമാണ്. ഒരു ഹർത്താൽ ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അത് ഇത്ര മാത്രമാണ്. എപ്പോഴും ഒരു രാഷ്ട്രീയമായ ആശയം അതിനുണ്ടാകണം. ആ രാഷ്ട്രീയമായ ആശയത്തിന് പുരോഗമനാത്മകമായ ഒരു ചിന്താഗതി അതിൻ്റെ ഒപ്പം ചേരണം. അതിനൊപ്പം തന്നെ ജനകീയമായിരിക്കണം ആ ഹർത്താലിന്റെ ആശയം എന്നത്. ഈ മൂന്ന് കാര്യങ്ങളാണ് ഒരു ഹർത്താൽ നിർമ്മിക്കുന്നത്. ജനകീയമായ, നവോധനാത്മകമായ, പുരോഗമനാത്മകമായ ചിന്താഗതികളുള്ള നല്ല ഹർത്താലുകൾ, നല്ല മാറ്റങ്ങൾ, നല്ല ഒരു പുരോഗതിയിലേക്ക് നയിക്കട്ടെ എന്ന് ആശംസിച്ച് അവസാനിപ്പിക്കുന്നു. Thank you so much, both of you. Please come forward and shake your hands. നല്ലൊരു കൈ കൊടുക്കാം രണ്ടുപേരും.